ഗൈസ്, അപ്പോൾ രാവിലെ തന്നെ ഞാൻ വേഗം തൂക്കി ഓഫീസിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. 7 മണിക്ക് കേട്ടോ എനിക്ക് പഞ്ച് ചെയ്യേണ്ടത്. ഞാൻ കുറച്ചൊന്ന് ലേറ്റ് ആയിട്ടുണ്ട്. 6:55 ഞാൻ റൂമിൽ നിന്ന് ഇറങ്ങിയത്. പിന്നെ നേരെ ലിഫ്റ്റിൽ കയറിയാലോടി തളർന്നു പോയിട്ടുണ്ട് കേട്ടോ. കുറച്ച് നേരത്തെ കുറച്ച് വീഡിയോ എടുത്ത് അങ്ങനെ വന്നത് കൊണ്ട് തന്നെ. പിന്നെ ഇന്ന് ഞാൻ ഹെയർ സ്റ്റൈലൊക്കെ ഇന്ന് മാറ്റി കേട്ടോ കെട്ടിയത്. ഞാൻ സാധാരണ ഇങ്ങനെയല്ല കെട്ടാറ്. പണ്ട് ഞാൻ ഡിഗ്രിക്കൊക്കെ പഠിക്കുമായിരുന്നു ഇങ്ങനെ ഹെയർ സ്റ്റൈൽ കെട്ടി പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതാ ഒരു വട തിന്നു കേട്ടോ. വിഷ്ണു ചായ കുടിക്കാൻ പോയപ്പോൾ അവനെ കൊണ്ട് വാങ്ങിച്ചതാണ് ഈ വട. എനിക്ക് വട ഭയങ്കര ഇഷ്ടമാണ്. ആ വട ഇങ്ങനെ ചളിങ്ങിയിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ വെളിച്ചെണ്ണ നന്നായിട്ട് ഒഴിവാക്കിയിട്ടുണ്ട്, അതുകൊണ്ടാണ്. പിന്നെ ഞാൻ നേരെ മെസ്സിലേക്കാണ് പോകുന്നത്. ഇത് എന്നാത്ത ചാതനൊന്നും എനിക്ക് അറിയത്തില്ല, കാരണം അങ്ങനെയാണ് ഇവിടുത്തെ പൂരിയുടെ അവസ്ഥ. ഒരു പൂരി മാത്രമേ വാങ്ങിയിട്ടുള്ളൂ. പിന്നെ ഇവിടുത്തെ ഒരാശ്വാസം എന്ന് വെച്ചാൽ ഇവിടുത്തെ ചായ മാത്രമാണ്. ഇടയ്ക്ക് ഇവിടുത്തെ ചായയും ഫ്ലോപ്പായി പോകാറുണ്ട്, എന്നാലും കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇപ്പോൾ ഇവിടുത്തെ ചായ വലിയ പ്രശ്നമല്ല, ചായ കുടിക്കാൻ പറ്റും. പക്ഷേ ഈ പൂരി, ഓ മൈ ഗോഡ് ഗൈസ്, വയറിന് പ്രശ്നം വരും എന്നാ പറഞ്ഞത്. എന്നാലും അവസ്ഥ വേറെ ഒന്നുമില്ലല്ലോ, നമുക്ക് കഴിച്ചല്ലേ പറ്റും, അതുകൊണ്ട് മാത്രം കഴിക്കുന്നു എന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഒരൊറ്റ പൂരി മാത്രം എടുത്തത്. പിന്നെ എനിക്കിതാ സുഖമില്ലാത്തത് കൊണ്ട് തന്നെ 2 ഗുളികയൊക്കെ കുടിക്കുന്നുണ്ട്. ആ ഗുളിക കുടിച്ചത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ തരിപ്പ് പോയി. പിന്നെ തലക്കിട്ടുള്ള അടിയായിരുന്നു. എന്താണെന്നറിയില്ല. ഇപ്പോൾ എനിക്കറിയാം സ്കിന്നിന് ചെറിയൊരു പ്രശ്നമുള്ളത് കൊണ്ട്, താരനൊക്കെ ഉള്ളത് കൊണ്ട് ഞാൻ കാണിച്ചത്. പിന്നെ ഈ ഗുളികൻ്റെ ഒരു ചുയ മാറാൻ ഈ ഒരു മുട്ടായി കഴിച്ചു. പിന്നെ ഒരു 10-11 മണിയായപ്പോൾ ഒരു പപ്സ് പറഞ്ഞ് വരുത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു പപ്സ് കഴിച്ചിട്ടുണ്ട്. ഈ പപ്സ് എന്താ പറയുക, ചെറുപ്പത്തിൽ ഈ പപ്സ് ലൈം ആയൊരു കാലം മാത്രം എനിക്കുണ്ടായിരുന്നു. എപ്പോൾ ഉച്ചയ്ക്കൊക്കെ ചോറന്ന് തിന്നാണ്ട് പപ്സും ലൈമും, അതുപോലെ തന്നെ വൈകുന്നേരം കോളേജൊക്കെ വിട്ട് വരുന്ന സമയത്ത് പപ്സും ലൈമും, എപ്പോഴും പപ്സും ലൈമും മാത്രമുള്ളൊരു കാലം ഉണ്ടായിരുന്നു. പിന്നെ ഉച്ചയ്ക്ക് നേരെ ചോറ് കഴിക്കാൻ പോയിട്ടുണ്ട്. ഇന്ന് ഇതാ മാങ്ങ അച്ചാർ, പിന്നെ ഇതാ മമ്പയരും, പിന്നെ നമ്മളെ കൂമ്പില്ലേ, വായൻ്റെ മേലേന്ന് കിട്ടുന്ന, ഞങ്ങൾ കൂമ്പ് എന്ന് പറയുക, അതിൻ്റെ ഒരു ഉപ്പേരി ഉണ്ടായിരുന്നു. പിന്നെ ഒരു വെള്ളരിക്കറി, പിന്നെ മുട്ട അങ്ങനെ ചിക്കിയിട്ടുള്ളൊരു ഉപ്പേരി, അങ്ങനെ 2 ഉപ്പേരി ഉണ്ടായിരുന്നു കേട്ടോ ഇന്ന്. അപ്പോൾ അതൊക്കെ കൂട്ടി ചോറ് കഴിച്ചു. വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നു. ആ ഉപ്പേരി എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. മുട്ടയിൽ കുറച്ചൊരു എന്താ പറയുക, എരിവ് കൂടുതലായിരുന്നു. കുരുമുളക് ഇട്ടതുകൊണ്ട് എരിവൊക്കെ ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ ആ ഫുഡൊക്കെ ഇഷ്ടപ്പെടും. അപ്പം പിന്നെ ഇതാ കഴിച്ചത് കടലയാണ്. അബി കുറച്ച് കടല കൊണ്ടാ തന്നിരുന്നു, അത് കഴിച്ചു. പിന്നെ ഞാനിതാ നേരെ ഓഫീസൊക്കെ കഴിഞ്ഞ് നേരെ സിനാൻ്റെ കടയിലേക്കാണ് പോകുന്നത്. അവിടെ ഇതാ ഇവന്മാരെല്ലാവരും ഉണ്ട് കേട്ടോ. ഇവരൊക്കെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരാണ്. എല്ലാവരും ഉണ്ടായിരുന്നു. വിഷ്ണു, സിദ്ദിഖ്, സിറാജ്, സിദ്ദിഖല്ല, സിദ്ദിഖ് ഓഫീസിലായിരുന്നു. പിന്നെ ഞാൻ അവിടെ നിന്ന് കഴിച്ചതെന്ന് വെച്ചാൽ ഒരു കട്ട്ലേറ്റ് പറഞ്ഞു, പിന്നെ ഇതാ ഒരു മിൻറ്റ് ലൈമ്